കണ്ണടയുടെ ഇപ്പം ഈ അടുത്ത കാലത്തായിട്ട് 10-30 വർഷമായിട്ട് ഈ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ വന്നതോടുകൂടി ഈ അടുത്തുള്ള കാഴ്ചകൾ വളരെ വർദ്ധിച്ചപ്പോഴാണ് ഈ ഒരു പ്രതിഭാസം, ഷോർട്ട് സൈറ്റ് എന്ന പ്രതിഭാസം വളരെ കൂടുതലായിട്ട് വന്നത്. പണ്ട് കാലത്ത് നമ്മൾ പ്രകൃതിയെ ആശ്രയിച്ച് ദൂരേക്ക് നോക്കി ഇല്ലേ, 12 മണിക്കൂർ പകൽ കാഴ്ചയും 12 മണിക്കൂർ ഇരുട്ടുമായിരുന്നു. ഇപ്പൊ ഇരുട്ടെന്നുള്ള പരിപാടി ഇല്ല. രാത്രിയാണെങ്കിലും ഉറങ്ങുന്നതും വെള്ളി വെളിച്ചത്തിലാണ് ഇല്ലേ. അങ്ങനെ അതെ, അതുകൊണ്ട് ഏത് സമയവും നമ്മൾ ഇതിലോട്ട് നോക്കി. അപ്പൊ അതൊരു വലിയൊരു ഘടകമാണ്. 50% ആളുകൾ, 400 കോടി ആളുകളൊക്കെ കണ്ണട ധരിക്കാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അത് ആയുർവേദത്തിൽ അതിന് പരിഹാരമുണ്ട്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടമാണെങ്കിൽ പോലും നമുക്ക് വ്യക്തമായ ചില ഒരു ലിവിങ് പ്ലാൻ ഉണ്ടെങ്കിൽ, നമ്മൾ രാവിലെ പറയാറില്ലേ, എഴുന്നേറ്റ് എക്സസൈസ് ചെയ്യുക, ഓടുക, ഇങ്ങനെ നമ്മൾ സ്റ്റേഡിയത്തിൽ പോകും, ജിമ്മിൽ പോകുക, ഇതൊക്കെ ചെയ്യാറില്ലേ. അതേപോലെ കുറച്ചൊരു ശ്രദ്ധ നേത്ര സംരക്ഷണത്തിൽ കൂടി ആയുർവേദ മാർഗങ്ങൾ ഉപദേശിക്കുന്നുണ്ട്. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു കുത്തൊഴുക്ക് ഈ കണ്ണടയുടെ വർധനവിൽ ഉണ്ടാകുന്നതിൽ നിന്നും തടയാൻ സാധിക്കും. മാത്രമല്ല ചെറിയ ചെറിയ നമ്പറുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഗ്ലാസ് പവർ വേണം, അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഗ്ലാസ് 0.5 ഉണ്ട് അല്ലെങ്കിൽ 0.75 ഉണ്ടെങ്കിൽ അയാൾക്ക് അതിനെ അതിജീവിക്കാൻ പറ്റുന്നില്ല. അതിനുള്ള ഒരു പ്രാപ്തി ആ കണ്ണുകൾക്ക് ഉണ്ടാവുന്നില്ല. അപ്പം ആ ഒരു പ്രാപ്തി കുറവിനെയാണ് ആയുർവേദ ചികിത്സയോടെ ഓവർകം ചെയ്യുന്നത്, അതിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് കണ്ണട ഇല്ലാതെയുള്ള കാഴ്ച കുറേയും കൂടെ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ചാർട്ടിൽ സ്നെല്ലൻസ് ചാർട്ടുണ്ടല്ലോ, കാഴ്ച പരിശോധിക്കുന്ന ചാർട്ട്, അതിൽ ഇയാൾ 4 വരിയെ വായിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് നോക്കി ഇപ്പോൾ ഏകദേശം 0.75 കുറവുണ്ട്, അത് വെച്ചു കൊടുത്തു. അയാൾ പോയി എല്ലാം വായിച്ചുകൊണ്ട് പോയി. അടുത്ത വർഷം വരുമ്പോൾ അയാൾ കണ്ണട ഊരി കഴിഞ്ഞാൽ ഈ 4 വരി ആയിരിക്കത്തില്ല, 3 വരിയെ വായിക്കാൻ പറ്റും, അല്ലെങ്കിൽ 2 വരിയെ വായിക്കാൻ പറ്റും. കാരണം പിന്നീട് ഫർദറായിട്ട് ഷോർട്ട് സൈറ്റ് ആയിപ്പോൾ അതാണ് കണ്ണടയുടെ പ്രശ്നം. അപ്പോൾ ഈ ഒരു ഘടകം, കാഴ്ചയുടെ കുറവിലേക്ക് പോകുന്ന അവസ്ഥ ആയുർവേദ ചികിത്സ ചെയ്യുന്നവരിൽ അത് കൂടുതലായിട്ട് മെച്ചമാവുന്നതാണ് കാണുന്നത്. 4 വരി വായിച്ചിരുന്ന ആൾ ചികിത്സ കഴിയുമ്പോൾ 5 വരി വായിക്കുക, അല്ലെങ്കിൽ 2 മാസത്തെ ഫോളോ അപ്പ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ 6 വരി വായിക്കുക. ഇങ്ങനെയുള്ള ക്രമാനുഗതമായ ഇംപ്രൂവ്മെന്റ് ആണ് ആയുർവേദ ചികിത്സയിൽ വ്യത്യസ്തമായിട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം ആധുനിക ശാസ്ത്രത്തിലോ ആധുനിക സങ്കല്പത്തിലോ ചികിത്സാ സങ്കല്പത്തിലോ ഇല്ല. കാഴ്ച കുറവ് കണ്ണട വെച്ചാലേ കാഴ്ചയ്ക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറയുന്ന പോലെ തന്നെ ഡോക്ടർമാർ ഒരു നിർദ്ദേശം കൂടെ കൊടുക്കും. കണ്ണടയൊക്കെ മേടിച്ച് പോകാൻ നേരത്ത്, അതേ കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമേ ഊരി വയ്ക്കാവൂ, ബാക്കിയുള്ള സമയത്തും കണ്ണിലുണ്ടാവണം കേട്ടോ, ഇല്ലെങ്കിൽ അടി കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് കർശന നിർദ്ദേശം കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു സങ്കല്പത്തിനൊക്കെ ഇപ്പം മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട്. കാരണം കണ്ണടകൾ യഥാർത്ഥത്തിൽ ഒരു ചികിത്സയല്ല, അത് കാഴ്ച താൽക്കാലികമായിട്ട് ലഭിക്കുന്നതിനുള്ള ഒരു ടൂൾസ്, ഒരു ഉപകരണം മാത്രമാണ് കണ്ണട എന്ന് പറയുന്നത്. അവിടെയാണ് ആയുർവേദത്തിന്റെ എഡ്ജ്. സുദർശനം ആയുർവേദ ഐ ഹോസ്പിറ്റൽ, പഞ്ചകർമ്മ സെന്റർ, തിരുവല്ല.